ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ്സസ് കാണുക. നമ്മൾ ഇന്ന് പേജ് നമ്പർ 8 മുതലാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഇഫ് വി പ്രസ് ദ 10 lakh ബട്ടൺ 10 ടൈംസ്. നമ്മൾ 10 lakhൻ്റെ ബട്ടൺ 10 ടൈംസ് പ്രസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണ്? വാട്ട് നമ്പർ വിൽ കം അപ്പ്? ഹൗ മെനി സീറോസ് വിൽ ഇറ്റ് ഹാവ്? വാട്ട് ഷുഡ് വി കോൾ ഇറ്റ്? അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 10 lakhൻ്റെ ബട്ടൺ 10 ടൈംസ് പ്രസ് ചെയ്യണം. അപ്പോൾ 10 lakh, ഓക്കെ, 10 lakh 10 ടൈംസ് ആണല്ലോ. അപ്പോൾ ഇൻറ്റു 10 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് നമ്പർ കിട്ടും നോക്കാം. എത്ര സീറോസ് വരും ഇവിടെ? 1 2 3 4 5 6 7 സീറോസ് വരും ടോട്ടൽ. 1 2 3 4 5 6 7. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് 100 lakhs എന്നാണ് പറയുന്നത്. ഇതിനെ 100 lakhs എന്ന് പറയാം. വിച്ച് ഈസ് ഓൾസോ കോൾഡ് എ ക്രോർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്രോർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ കോമ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞ് നമ്മൾ കോമ കൊടുക്കുന്നു, ദെൻ അടുത്ത 2 ഡിജിറ്റ് കോമ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും 2 ഡിജിറ്റ് കഴിഞ്ഞ് വീണ്ടും കോമ കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് 1ഉം 7 സീറോസും ഉണ്ട്. 7 സീറോസ്. അപ്പോൾ 1ഉം 7 സീറോസും വരുന്ന നമ്പറിനെ പറയുന്ന പേരാണ് ക്രോർ. അല്ലെങ്കിൽ നമുക്കിതിനെ വേറെ എന്ത് പറയാം? 100 lakhs എന്നും പറയാം. 100 lakhs. ഓക്കെ അല്ലേ? ദെൻ ഓഫ് ക്രോർസ് ആൻഡ് ക്രോർസ്. ആ ഹെഡിങ് കണ്ടല്ലോ എല്ലാവരും. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഇന്ത്യൻ സിസ്റ്റത്തിലും അമേരിക്കൻ സിസ്റ്റത്തിലും നമ്പേഴ്സ് നെയിം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം നമുക്ക്. ഇന്ത്യൻ സിസ്റ്റത്തിൽ 1000 1ഉം 3 സീറോസും കൊണ്ട് നമുക്കറിയാം ഇത് 1000 ആണ്. അത് സെയിം തന്നെയാണ് അമേരിക്കൻ സിസ്റ്റത്തിലും 1ഉം 3 സീറോസും ചേരുമ്പോൾ 1000 എന്നാണ് പറയുന്നത്. ദെൻ ഇന്ത്യൻ സിസ്റ്റത്തിൽ 10,000 കണ്ടോ? 10,000-നകത്ത് 1ഉം 4 സീറോസും ഉണ്ട്. 4 സീറോസ് ഇവിടെയും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ഇന്ത്യൻ സിസ്റ്റത്തിലും അമേരിക്കൻ സിസ്റ്റത്തിലും സെയിം ആണ്. ഈ അമേരിക്കൻ സിസ്റ്റത്തിനെ തന്നെയാണ് ഇന്റർനാഷണൽ സിസ്റ്റം എന്നും പറയുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം എന്നും പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമുക്കിവിടെ 1000 കഴിഞ്ഞിട്ട് അടുത്ത് 1 lakh ആണ്. 1 ലാക്കിനകത്ത് എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5 സീറോസ് ഉണ്ട്. 5 സീറോസ്. ഇവിടെയും 1 2 3 4 5 സീറോസ് ഉണ്ട്. പക്ഷെ ഇവിടെ ലാക്ക് എന്നാണോ പറയുന്നത്? ഇവിടെ 100,000 എന്നാണ് പറയുന്നത്. 100,000. അതായത് 1ഉം 5 സീറോയും ചേരുമ്പോൾ നമ്മൾ 1 lakh എന്ന് പറയുമ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിൽ 100,000 എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്ത നമ്പർ കണ്ടോ? ഇനി ഇവിടെ ഒരു എക്സ്ട്രാ 1 സീറോ കൂടെ വന്നപ്പോൾ നമുക്ക് 1 lakh കഴിഞ്ഞു 10 lakh ആയി. അപ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിൽ 10 lakhന് പകരം മില്യൺ എന്നാണ് പറയുന്നത്. മില്യൺ. ഇവിടെ മില്യൺ എന്ന് പറയും. ഓക്കെ, 1ഉം 6 സീറോയും വരുമ്പോൾ നമ്മൾ 10 lakh എന്ന് പറയുമ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിൽ 1 million എന്ന് പറയും. ദെൻ അടുത്ത ക്രോറിനകത്ത് 7 സീറോ ഉണ്ടല്ലോ. ഈ 7 സീറോ വരുന്നതിനെ നമ്മൾ ക്രോർ എന്ന് പറയുമ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിൽ 10 million എന്നാണ് പറയുന്നത്. 10 million. ഓക്കെ, ദെൻ 10 crore ആവുമ്പോൾ അവിടെ എന്ത് വരും? 100 million വരും. 10 crore 100 million ആവും. ദെൻ നമ്മൾ 100 crores 100 crores അതിനെ 1 അറബ് എന്നും പറയും. 100 crores അഥവാ 1 അറബ് എന്ന് പറഞ്ഞാൽ എത്ര സീറോസ് വരും? 1 2 3 4 5 6 7 8 9 സീറോസ് വരും. 9 സീറോസ് വന്നാലാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 അറബ് അല്ലെങ്കിൽ 100 crore എന്ന് പറയും. അതേസമയം ഇവിടെ അമേരിക്കൻ സിസ്റ്റത്തിന് അതിന് എന്താ പറയുന്നത്? ബില്യൺ എന്നാ പറയുന്നത്. ബില്യൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 പ്ലേസ് വാല്യൂയും 1000-ൻ്റെതാണ്. അത് കഴിഞ്ഞ് അടുത്ത 3 പ്ലേസ് വാല്യൂ കൊടുക്കുമ്പോൾ വീണ്ടും അത് 3 ചേരുമ്പോൾ മില്യൺ ആവും. അടുത്ത നമ്പർ മുതൽ ബില്യൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത 3 പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ബില്യണിലാണ് പറയണം. 1 million 10 billion 100 billion. ഇവിടെ നമുക്ക് 1 million 10 million 100 million. അതുപോലെ 1000 10,000 100,000. ഓക്കെ അല്ലേ? 3 പ്ലേസിന് വീതമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, നമ്മുടെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ ആദ്യം 3 ഡിജിറ്റ്, എല്ലാ നമ്പേഴ്സിനും ആദ്യം 3 ഡിജിറ്റ്, അത് 1s 10s 100 കഴിഞ്ഞാണ് കോമ. ഇവിടെയും 1s 10s 100 കഴിഞ്ഞ് കോമ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ 2 ഡിജിറ്റ് കൂടുമ്പോഴുമാണ് നമ്മളിവിടെ കോമ കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ 2 ഡിജിറ്റ്, ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ കൊടുത്തു, പിന്നെ 2 ഡിജിറ്റ് കഴിഞ്ഞ കോമ. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെയും
ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ, പിന്നെ 2 എണ്ണം വീതം. ഇവിടെയും ആദ്യം 3 എണ്ണം കഴിഞ്ഞിട്ട് പിന്നെ 2 ഡിജിറ്റ് വീതമാണ് കോമ കൊടുത്തു പോകുന്നത്. പക്ഷെ അമേരിക്കൻ സിസ്റ്റത്തിൽ 3 ഡിജിറ്റ് വീതമാണ് കോമ കൊടുത്തു പോകുന്നത്. ഓക്കെ അല്ലേ? നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്സർവ് ദ നമ്പർ ഓഫ് സീറോസ് ഇൻ 1 lakh and 1 crore. 1 lakhനകത്ത് എത്ര സീറോ ഉണ്ട്? 5 സീറോസ് ഉണ്ട്. 1 crore-നകത്ത് എത്ര സീറോ ഉണ്ട്? 7 സീറോസ് ഉണ്ട് അല്ലേ? അപ്പോൾ 1 lakh written in numbers would be 1 followed by 5 0. 1 lakh എന്ന് പറയുന്നത് 1ഉം 5 സീറോസും ചേരുന്നതാണ്. Then 1 crore written in numbers would be 1 followed by 7 0. ക്രോറിനകത്ത് 7 സീറോയും ലാക്കിനകത്ത് 5 സീറോസും ആണ് ഉള്ളത്. Then a lakh is a 100 times a 1000. ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? 100 ടൈംസ്. അതായത് ഇവിടെ എഴുതാം, ലാക്ക് എന്ന് പറയുന്നത് ലാക്ക് ഈസ് 100 ടൈംസ് 1000 ആണ്. അതായത് 100 ടൈംസ് 1000നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലാക്ക് കിട്ടുന്നത്. 1ഉം 5 സീറോസും കിട്ടുന്നത്. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? എ ക്രോർ ഈസ് എ 100 ടൈംസ് എ ലാക്ക്. ക്രോർ എന്ന് പറയുന്നത് 100 ടൈംസ് ലാക്ക് ആണ്. അപ്പോൾ ക്രോർ ഈക്വൽ ടു 100 ടൈംസ് ലാക്ക് ആണ്. ലാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രോറിനകത്ത് 7 സീറോസ്. 1 2 3 4 5 6 7 സീറോസ്. ഓക്കെ അല്ലേ? അടുത്തെന്ന് പറയും ആൻഡ് ആൻ അറബ് ഈസ് എ 100 ടൈംസ് എ ക്രോർ. അറബ് എന്ന് പറയുന്നത് എന്താണ്? അറബ് എന്ന് പറഞ്ഞാൽ 100 ടൈംസ് ക്രോറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് വീണ്ടും ഈ ക്രോറിനെ 100 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അറബ് കിട്ടുന്നത്. 1 2 3 4 5 6 7 ടൈംസ്. അപ്പോൾ നമുക്ക് അറബിനകത്ത് എത്ര സീറോസ് ഉണ്ട്? 9 സീറോ. 1 2 3 4 5 6 7 8 9. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് കോമ കൊടുക്കുന്നത്? ഇന്ത്യൻ സിസ്റ്റത്തിൽ ആദ്യത്തെ 1 ഡിജിറ്റ് കഴിഞ്ഞ് കോമ കൊടുക്കുക, അത് കഴിഞ്ഞ് 2 ഡിജിറ്റ്. എല്ലാത്തിലും ആദ്യം 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ കൊടുക്കുക, അത് കഴിഞ്ഞ് 2 ഡിജിറ്റ് വീതം കോമ കൊടുക്കുക. ദെൻ ഇവിടെയും 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ കൊടുക്കുക, ദെൻ 2 വീതം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 9 സീറോസ് വരുന്നതിനെയാണ് അറബ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ മെനി സീറോസ് ഡസ് എ 1000 lakh ഹാവ്? അപ്പോൾ 1000 ലാക്കിനകത്ത് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 1000 എഴുതാം ഇൻറ്റു ലാക്ക്. ലാക്കിനകത്ത് 5 സീറോ. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1ഉം 5ഉം 8 സീറോസ് കിട്ടും അല്ലേ? 1 2 3 4 5 6 7 8 സീറോസ്. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ ഇതിനകത്ത് എത്ര സീറോ വരും? 8 സീറോസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സീറോസ് ഡസ് എ 100,000 ഹാവ്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഇൻറ്റു 1000. 100,000നകത്ത് എത്ര സീറോ ഉണ്ട്? അപ്പോൾ 1ഉം എത്ര സീറോസ് വരും? 5 സീറോസ് അല്ലേ? 1 2 3 4 5. അപ്പോൾ നമ്മൾ ഈ 1ഉം 5 സീറോയും വന്നാലാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് 100,000. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിന് പ്ലേസ് വാല്യൂ കൊടുത്ത് പറയാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു നമ്പർ ഉണ്ട് 98767 എന്ന് പറഞ്ഞൊരു നമ്പർ. അപ്പോൾ അതിനെ ഇന്ത്യൻ സിസ്റ്റത്തിലും ഇന്റർനാഷണൽ സിസ്റ്റത്തിലും അല്ലെങ്കിൽ അമേരിക്കൻ സിസ്റ്റത്തിലും നമ്പർ നെയിം കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ നമ്പർ ഇങ്ങോട്ട് എഴുതാം. 9 8 7 6 5 0 1 2 3 4. കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നമ്പേഴ്സ് ഡിസ്റ്റൻസ് ഇട്ട് എഴുതിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ ആദ്യം 1s 10s 100 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ കൊടുക്കണം. ദെൻ അത് കഴിഞ്ഞ് 2 ഡിജിറ്റ് വീതം എല്ലാത്തിനും കോമ കൊടുക്കണം. 2 ഡിജിറ്റ് വീതം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇത്ര അറിയാം. ഇത് 1s ആണ്, ഇത് 10s ആണ്, ഇത് 100 ആണ്. ദെൻ ഈ 2 ഡിജിറ്റിനെയും ചേർത്ത് നമ്മൾ 1000 എന്ന് പറയും. ദെൻ നെക്സ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? ക്രോർ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എന്താണ്? അറബ്. അറബ് നമ്മുടെ പുതിയൊരു വേർഡ് ആണല്ലേ, അറബ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് എങ്ങനെ നമ്പർ കൊടുക്കാം? ഇത് നമുക്ക് എഴുതാം 9 അറബ്. കണ്ടോ? 9 അറബ്. ഇത് രണ്ടും കൂടെ ചേർത്ത് 87 crore 65 lakh 1234. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ?
അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം ശ്രദ്ധിക്കാനുള്ളത് കോമ കൊടുക്കണം. ഇന്ത്യൻ സിസ്റ്റത്തിൽ ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ കൊടുക്കുക, പിന്നെ 2 ഡിജിറ്റ് വീതം കോമ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ് വൺസ്, ടെൻസ്, 100 ആണ്. അത് കഴിഞ്ഞ് വരുന്ന 2 ഡിജിറ്റ് 1000, ദെൻ ലാക്ക്, ക്രോർ, അറബ്. വീണ്ടും നമുക്കപ്പോൾ ഇങ്ങനെ പേര് കൊടുക്കാം: 9 അറബ്, 87 ക്രോർ, 65 ലാക്ക്, 1234 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അമേരിക്കൻ സിസ്റ്റത്തിൽ എങ്ങനെ നമ്പർ നെയിം കൊടുക്കാമെന്ന് നോക്കാം നമുക്ക്. അമേരിക്കൻ സിസ്റ്റത്തിൽ 3 ഡിജിറ്റ് വീതമാണ് കോമ കൊടുക്കാനുള്ളത്. അപ്പോൾ 1 2 3 കഴിഞ്ഞൊരു കോമ, വീണ്ടും 1 2 3 കഴിഞ്ഞൊരു കോമ, വീണ്ടും 1 2 3 ഡിജിറ്റ് കഴിഞ്ഞൊരു കോമ കൊടുത്തു. ഇനി നമ്മൾ എന്ത് പറയും? ഇവിടെ ഇന്ത്യൻ സിസ്റ്റം പോലെ തന്നെ വൺസ് ആണ്, ടെൻസ് ആണ്, ഹൺഡ്രഡ്സ് ആണ്. ഇനി ഈ 2 ഡിജിറ്റിനെയും ഇവിടെ എന്താ പറയുന്നത്? 1000 എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത് വരുന്ന ഈ 3 ഡിജിറ്റിനെ എന്താ പറയുന്നത്? 1000 എന്ന് പറയും അല്ലേ? അടുത്ത് വരുന്ന 3 ഡിജിറ്റിനെ എന്ത് പറയും? മില്യൺ എന്ന് പറയും. ലാസ്റ്റ് വരുന്നതിനെ ബില്യൺ എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് പറയാം? 9,000,876,501,234. ഒന്നുകൂടെ പറയാം. അമേരിക്കൻ സിസ്റ്റത്തിൽ 3 ഡിജിറ്റ് വീതമാണ് കോമ കൊടുക്കുന്നത്. അവിടെ നമ്പർ നെയിം പറയാൻ പ്ലേസ് വാല്യൂ കൊടുക്കുന്നത് വൺസ്, ടെൻസ്, 100, 1000 കഴിഞ്ഞ് മില്യൺ, ബില്യൺ എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കൊടുത്തു, നമ്പർ പ്ലേസ് വാല്യൂ കൊടുത്തു. അപ്പൊ എന്ത് പറയും? 9,000,876,501,234 എന്ന് പറയും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? ഇനി നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്